സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇന്ന് എൻ്റെ നാട്ടിൽ ഒരാൾ പിരിവിന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അയാൾ ആദ്യം ഈ എന്താ പറയുക വാട്ടർ അതോറിറ്റിയുടെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അയാൾക്കിപ്പോൾ ശരീരം കുഴഞ്ഞ് തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളെ വീട് ആലത്തൂർ അത്രേ. പിന്നെ അയാൾ താമസിക്കുന്നത് തൃശ്ശൂരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആലത്തൂരും തൃശ്ശൂരും കൂടി കിലോമീറ്റർ ഞങ്ങൾ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ അതെന്തോ ഒരു ഇതുപോലെ തോന്നി. പിന്നെ അതിൽ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ മണ്ണാർക്കാട്ടേക്ക് വന്ന് മണ്ണാർക്കാട്ടിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് വന്ന് അപ്പോൾ അതിലെന്തോ ഒരു ട്രബിൾ മാതിരിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ സഹായിക്കാനുള്ള മനസ്സ് ഇഷ്ടംപോലെ ഉണ്ട്, ഇല്ലയെന്നല്ല. ഇങ്ങനെ സഹായിക്കുന്ന മനസ്സുകളെയാണ് ആദ്യം ഇവർ ചൂഷണം ചെയ്യുക. ഇവർ മുതലാക്കി എടുക്കുക. ഞാൻ 50 രൂപ കൊടുത്തു. 50 രൂപ കൊടുത്തതല്ല. പിന്നെ അയാൾ സംസാരിക്കുന്നത് ശരിക്കും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയൊന്ന് മറച്ച് ചെയ്യണമാതിരി. അപ്പോൾ എന്തോ ഒരു ഉടായ്പുള്ള മാതിരിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് സംശയം തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പുറത്തുനിന്ന് വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന അയാൾ ചിലപ്പോൾ ഇവിടെ മണ്ണാർക്കാട് എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കുന്നുണ്ടാവും. അതേപോലെ അയാൾക്ക് ചിലപ്പോൾ വേറെ ഒരു കൂട്ടമായിട്ടുള്ള ആളുകൾ വേറെ ഉണ്ടാവും ഇയാളപ്പം. അപ്പോൾ ഏകദേശം ഞങ്ങൾ 1150 രൂപ സംതിങ് കൊടുത്തു ഞങ്ങൾ. അപ്പോൾ അയാൾ ഞങ്ങളുടെ അടുത്ത് പറയണത് നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുതേന്ന്. ഞങ്ങൾക്ക് എന്തിനാ വിഷമം തോന്നുന്നത്? ഞങ്ങൾ നിങ്ങളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിച്ചു എല്ലാവരും പാടെ. ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ 1250 ഉറുപ്പ്യക്ക് അയാൾ 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പിരിച്ചു കൊടുത്തു. ഈ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എത്ര ഓടിയെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ശരിക്കും പറയണത്. അയാൾക്ക് പറയണമൊന്നും മനസ്സിലാവണില്ല, അയാൾ ഞങ്ങളോട് പറയണമൊന്നും മനസ്സിലാവണില്ല. ഇതൊക്കെയാണ് ലോകം. അപ്പം ഞാൻ പറയണത് എന്താ അറിയോ, നമ്മൾ അങ്ങനെയുള്ള പിരിവുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യണം. ഞാൻ പറയുമ്പോൾ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ കാശ് പോണ കാര്യമല്ല പറയണത്. കാശ് നമ്മൾ പല വിധത്തിലും പല വഴിക്കും പോകുന്നുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷെ ഇങ്ങനെ നമ്മളെ വിശ്വസിപ്പിച്ചിട്ട് നമ്മുടെ നിന്ന് പൈസ വാങ്ങി ചതിച്ചിട്ട് പോണ ആൾക്കാരില്ലേ, അവരെടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ചോദിക്കണം. അവരെടുത്ത് നിങ്ങൾ എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് ഇങ്ങനെ വന്നത്. പക്ഷെ നല്ല ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ പണിയെടുക്കാതെ നടക്കുന്ന ആൾക്ക് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായി, നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ സ്വയം പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ അവരെ ഒന്ന് സൂക്ഷിക്കുക. അതാവും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ്. പിന്നെ അയാളെ എവിടെയെങ്കിലും വെച്ച് കാണും, എവിടെയെങ്കിലും വെച്ച് ഞാൻ കാണും തീർച്ചയായിട്ടും. അന്നും അയാളെ ഇതേമാതിരിയുള്ള സംസാരം ആണെങ്കിൽ മാത്രം നമ്മൾ ചോദിക്കില്ല, അല്ലാത്ത വർഷം ചോദിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം, ഇന്നത്തെ ലോകം, ഇന്നത്തെ സംസാരം, ഇന്നത്തെ വർത്തമാനകാലം എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക. റോഡിൽ കൂടെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചു പോവുക.